സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ഷംല ഹംസയാണ് ഇപ്പോൾ മീഡിയ വണ്ണപ്പം ചേരുന്നത്. ഈ അവാർഡ് രണ്ടാമത്തെ അവാർഡാണെന്ന് തോന്നുന്നു അല്ലേ? ഇതിലൂടെ ഒരു അവാർഡ് വരുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇത് മികച്ച നടിക്കുള്ള രണ്ടാമത്തെ അവാർഡ്. ഫസ്റ്റ് പ്രേം നസീർ അവാർഡ് കിട്ടിയിരുന്നു. ഇത് സംസ്ഥാന സർക്കാരിന്റെ പിന്നെ ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിരുന്നു. പക്ഷെ ഇത് നമ്മളെല്ലാരും കാത്തിരിക്കുന്ന ഒരു അവാർഡല്ലേ. വളരെ സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. പ്രമുഖരായ നായികമാരും അതോടൊപ്പം മമ്മൂട്ടിക്കൊപ്പം ഒക്കെയാണ്. അയ്യോ, അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞാനൊക്കെ ഒരു അവാർഡ് എനിക്കിങ്ങനെ സ്വപ്നം കാണാൻ പോലും ഇങ്ങനത്തെ ഒരു അവാർഡൊക്കെ സ്വപ്നം കാണാൻ കുറച്ച് പേടിയുള്ള ഒരാളായിരുന്നു. എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റേറ്റ് അവാർഡിൽ നമ്മുടെ സിനിമക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയേറെ എല്ലാവരുടെയും കൂടെ ആയിട്ട് മികച്ച നടിക്ക് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. ഈ സിനിമ വന്നതിന് ശേഷം നമ്മൾ കഥ അതിന് മുന്നേ തന്നെ കഥയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. ഈ കഥാപാത്രത്തെ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? തീർച്ചയായിട്ടും ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണെന്നുള്ളത് കൊണ്ട് എനിക്കിത് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിംഗ് ആയിരുന്നു എന്നുള്ളത്. ഈ ക്രൂവിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രത്യേക സംവിധായകന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു സഹകരണമൊക്കെ എങ്ങനെയായിരുന്നു? നല്ല ക്രൂ ആണ് നമ്മുടെ. എസ്പെഷ്യലി ഫാസിൽ നമുക്ക് ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ്. നമുക്ക് എന്തും പറയാൻ പറ്റും. അതിന് താമറും അങ്ങനെ തന്നെയാണ്. 1001 എന്റെ ആദ്യത്തെ സിനിമ. നമ്മുടെ സലീം അഹമ്മദ് സാർ ആയിരുന്നു. അവരൊക്കെ നമുക്ക് നമ്മളുടെ അഭിനയം, നമ്മുടെ മികവ് എന്താണെങ്കിലും അവർക്ക് അറിയാം. നമുക്ക് ഏതുവരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഫെമിനിച്ചിലേക്ക് എങ്ങനെ വരുന്നത്? ഫെമിനിച്ചിലേക്ക് 1001 വഴിയാണ് വരുന്നത്. സലീം അഹമ്മദ് സാറിന്റെ പ്രൊഡക്ഷനിൽ താമർ KV സംവിധാനം ചെയ്ത 1001. സുധീഷ് ഏട്ടൻ ആൻഡ് ഹാഷിഖ് അവരൊക്കെ ചെയ്ത. സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ കലാരംഗത്തൊക്കെ സജീവമായിരുന്നു. പാട്ട് പാടാനൊക്കെ സജീവമായിരുന്നു. നാടകം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. നാടകമൊക്കെ എനിക്ക് പേടിയായിരുന്നു. എനിക്ക് ചെയ്യാൻ പേടിയുള്ളൊരു ഇതായിരുന്നു. കാരണം തെറ്റിപ്പോവോ, ഡയലോഗൊക്കെ തെറ്റിപ്പോവോ. അത് കാരണം നാടകമൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ ഉപ്പ ഒരു നാടക നടനാണ്. എന്റെ ഉപ്പ ഒരു പാട്ടുകാരനായിരുന്നു. സിനിമയുമായി മുന്നോട്ട് പോകുമ്പോൾ ഫാമിലിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു പിന്തുണ നല്ല സപ്പോർട്ടാണ്. എന്റെ ഹസ്ബൻഡ്, എന്റെ അളിയൻ, എന്റെ ഇത്താത്ത ഒക്കെയാണ്. ഇപ്പൊ എന്റെ അളിയൻ ഇത്താത്തയാണ് എന്നെ ഇവിടെ സിനിമേന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്റെ ഹസ്ബൻഡ് ഓഫ് കോഴ്സ് സപ്പോർട്ടാണ്. എന്റെ ഫാമിലി, ഉപ്പ, ഉമ്മ, എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. ഇതിനോടൊപ്പം തന്നെ നിരവധി അവാർഡുകൾ, അംഗീകാരങ്ങളൊക്കെ നേടിയ അപ്പോഴൊക്കെ മോളുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു വേദികളിലൊക്കെ. അതെ അതെ ഉണ്ടായിരുന്നു. മോളൊരു ഭാഗ്യമായിട്ട് തീർച്ചയായിട്ടും. മോള് ജനിച്ചതിന് ശേഷമാണ് ഒരു പക്ഷെ ഞാൻ ഇത്രയും എനിക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്ന് സംശയമുള്ള ഒരു മേഖലയിലേക്ക് ഞാൻ വരുന്നത് എന്റെ മോള് ജനിച്ചതിന് ശേഷമാണ്. സിനിമയിൽ സജീവമാകാൻ തന്നെയാണ് തീരുമാനം? തീർച്ചയായും സിനിമയിൽ സജീവമാകാനാണ്. നല്ല കഥാപാത്രങ്ങളൊന്നും ചെയ്യണം. ഏതായാലും ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലൂടെ ഏറ്റവും നല്ല നടിക്കുള്ള അംഗീകാരം നേടിയിരിക്കുകയാണ് ഷംല ഹംസ. അനുരൂപ് ജിക്കൊടൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.